ഓട്ടോ കാണുന്നില്ല. നീ ഏതോട്ടെ വിളിച്ചേ? ഹരിപ്രിയ ഓട്ടെ. മാമനെയോ? എന്നായി നിർത്തോ തന്നെ കേസ്. ഒന്നുകൂടെ നോക്ക്. പിന്നെ വേറെ വെല്ലു പോകുന്നില്ല. അത് ഇനി നോക്കണ്ട, വേറെ ആരെങ്കിലും. വരുന്നു. ആകാശവാണിയിൽ അവിടെ ഉള്ളവരാ. ആകാശവാണിയോ? നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കട്ടെ, ഇവിടെ വന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും മൂലം കേട്ട് ഇവിടെ നിന്ന് അതിൻ്റെ മറുപടി പറയും. അത് മാത്രമല്ല അതിൻ്റെ ഇരട്ടിയായിട്ട് അപ്പുറത്ത് പറയുകയും ചെയ്യും. അതല്ലേ ചില ആൾക്കാരങ്ങനെ ഒരാവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടും. ഞാനിപ്പോൾ ഒരു പണി കൊടുക്കാൻ പോവാം. നമ്മളിപ്പോൾ അടൂർ പോയിട്ട് KSRTC 12 ഇറങ്ങിയില്ലയോ, ആ ഒരു കഥ ഇപ്പം നിന്നോട് ഞാൻ പറയും. നീ നോക്കി, ഞാൻ വേറെ രീതിയിലായിരിക്കും പറയുന്നത്, നീ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. ഞാൻ നോക്കിയപ്പോഴല്ലോ തെക്കുന്ന് ചീറിപ്പോകുന്ന ഒറ്റ വരവാ വന്ന പാട്ടുപൂരക്കാവ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒറ്റ ചവിട്ട്, ഒരു 5-8 ചാടി ഇങ്ങനെ ഇറങ്ങി. ഇവിടെ നിൽക്കുന്നവന്മാരെന്താ കിഴങ്ങന്മാരാന്നോ? ഒരു 10-12 പേര് അകത്തോട്ട് ഇടിച്ചങ്ങ് ഇടിച്ച് കയറിയപ്പോൾ കണ്ടക്ടർക്ക് രോഗം മനസ്സിലായി. 2 അടി അങ്ങോട്ട് കൊടുത്തു, ഒറ്റ കോള് വായിക്ക് തന്നെ. കണ്ടക്ടർ ഈ 2 അടി കൊടുത്തത് ഡ്രൈവർക്ക് മനസ്സിലായി. ഡ്രൈവർ അപ്പോൾ എന്താ പറയുക, വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് എടുത്തു. അപ്പം ചിന്നിച്ചെതറി നിന്നവന്മാർ എല്ലാവരും ഓടി വരുന്നു. ചിലർ ബോഡിയിൽ അടിക്കുന്നു, ചിലർ ഡോറെ തട്ടുന്നു, നിർത്തണമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും ഡ്രൈവർ മൈൻഡ് ചെയ്തില്ല. ഡ്രൈവർ ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, തേർഡ് ഇട്ട് ഒറ്റ പോക്കാണ് വടക്കോട്ട്. ഞാനിവിടെ നോക്കിയപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് ചെന്ന് വണ്ടി, ആ വണ്ടിയുടെ ഒരു ബാക്ക് വശം ഒന്ന് കണ്ടതേ ഉള്ളൂ. എന്നാലും ആ ഡ്രൈവർ എന്തോ പോക്കാ പോയത്. ആർക്കാ 2 അടി കിട്ടിയെന്ന് പറഞ്ഞത്? 2 അടി കിട്ടിയെന്നോ? ഞങ്ങൾ ഈ കാര്യം പറയുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് കയറേണ്ട വല്ല ആവശ്യം? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിയാൽ പോയാൽ പോരെയോ? പിന്നെ ഇവിടെ വണ്ടി അടിച്ചെന്ന് പറയുന്നു കേട്ടോണ്ട് ഞാൻ ചോദിച്ചാൽ ഇത് കൊള്ളാമല്ലോ. അവന്റെ ഒരു വണ്ടി അങ്ങനെ പറഞ്ഞാലും നമ്മുടെ ദാമോദരം കച്ചാടുണ്ടല്ലോ, പിച്ചാത്തി ഒരു ഒറ്റ വെട്ട 3 തുണ്ടമായി. പിന്നെ ഓലമടലായിരിക്കും. Ha ha ha!